ആദ്യമായി ചെയ്ത സിനിമയ്ക്ക് നാഷണൽ അവാർഡ്. മലയാളത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റ് സംവിധായകനും നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകനുമായ ശ്രീ ജയരാജിൻ്റെ സംവിധാന സഹായി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇന്ന് ഫ്രെയിം ടു ഫ്രെയിമിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത സംവിധായകനായ ശ്രീ അശോക് ആർ നാഥാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അശോക് ആർ നാഥ്. നമസ്കാരം. വലിയ മുഖവരുകൾ ഒന്നും വേണ്ട, കാരണം മലയാളികൾ എക്കാലത്തും അവരുടെ ചുണ്ടുകളിൽ അശോകൻ്റെ സിനിമ പാട്ടുകൾ, അതായത് ഇപ്പം മിക്ക സിനിമകളുടെയും പാട്ടുകളെല്ലാം വലിയ ഹിറ്റാണ്. അത് മാത്രമല്ല, മലയാളികൾക്ക് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനെ സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ അശോകൻ്റെ മിക്ക സിനിമകളിലും, ഇപ്പോൾ ഡിസംബർ ആവട്ടെ, സബലമാവട്ടെ, മിഴികൾ സാക്ഷിയാവട്ടെ, എല്ലാ മിഴികൾ സാക്ഷിയിലൊക്കെ പാട്ടിനൊക്കെ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത് മനഃപൂർവ്വമാണോ ഇങ്ങനെ ഈ പാട്ടിന് ഇത്ര പ്രാധാന്യം? കഥ ഏത് തരത്തിലുള്ള കഥയാവട്ടെ, പക്ഷേ സിനിമയിൽ പാട്ടിന് വളരെ പ്രാധാന്യം ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്? പാട്ടുകൾ സിനിമയിൽ വേണം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് 100% യോജിപ്പുള്ളൊരു മനുഷ്യനാണ്. പലരും പറയുമ്പോൾ നല്ലൊരു സിനിമയ്ക്ക് പാട്ട് വേണ്ട എന്ന് പറയും. പാട്ട് മസ്റ്റല്ല, എന്നാലും നല്ല സിനിമകളിൽ പാട്ടുണ്ടാവുന്നതും നല്ലതാണ്. കാരണം ചില ഇമോഷൻസ് നമ്മൾ കുറേ സീനുകൾ കൊണ്ട് പറയുന്നത് ചിലപ്പോൾ ഒരു നല്ല ഒരു വരി കൊണ്ട്, ഒരു പാട്ട് കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ തന്നെ നമുക്ക് പാട്ടിലൂടെ കൺവേ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാട്ടുകൾ ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാട്ടെന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു അത്യാവശ്യ ഘടകമായിട്ട് നമുക്ക്, കാരണം ഒരു സ്റ്റോറി ടെല്ലിംഗ്, ഒരു ടെല്ലിംഗ് വേയിൽ ഈ പാട്ടുകൾ വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ഈ തലമുറയുടെ സംവിധായകർ, ന്യൂജൻ സിനിമ സംവിധായകരെന്ന് പറയപ്പെടുന്ന സംവിധായകരുടെ സിനിമയിൽ ഒരു 80% സിനിമകളിലും പാട്ട് കാണാറില്ല. അഥവാ അതിനകത്ത് പാട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ ആ പാട്ട് നിൽക്കാറില്ല. എന്ത് തോന്നിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്? അല്ല, അതെന്ന് പറയുന്നത് കാരണം മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഇതാണ്. കാരണം സംഗീതം എന്ന് പറയുന്നത് ഒരു പാട്ടെങ്ങനെ വേണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഉള്ള പാട്ടായിരിക്കണം എന്ന് ഒരു സംവിധായകനാണ് തീരുമാനിക്കുന്നത്. അപ്പം അവരുടെ ഒരു ടേസ്റ്റും കൂടെ ആ പാട്ടുകളിൽ കാണും. പിന്നെ പഴയ ഞാൻ പറഞ്ഞു എൻ്റെ പാട്ടുകളിൽ എന്ന് പറഞ്ഞപ്പോൾ സബലമായാലും മിഴികൾ സാക്ഷിയായാലും ഡിസംബർ ആയാലും ഈ സിനിമകളിലെല്ലാം ഈ പാട്ടുകൾ വരുന്നത് ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം പാട്ടുകൾ ഒരു എൻ്റർടൈനർ എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്ജക്റ്റ് പറയുന്നതിനപ്പുറം ഒരു ഒരു അടിച്ചു പൊളിച്ച് ഒന്ന് ആഘോഷമാക്കി കളയുക എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ടുകൾ അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ലിറിക്കിനും അത്ര ബലപ്പോരായ്മ വരും. കാരണം ഒന്ന് അടിച്ചു പൊളിച്ച് ഒരു ടൂർ പോകുന്നതിനിടയിൽ ഒരു പാട്ട്, അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് കണ്ട കള്ളടിയുടെ ഇടയിലൊരു പാട്ട്, ഇത് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സാഹിത്യ ഭംഗി ചോർന്നു പോകുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ പക്ഷെ അതിനിടയിൽ തന്നെ നല്ല മനോഹരമായ പാട്ടുകളും ഈ ന്യൂജൻ സിനിമകളിൽ ഒരുപാട് നല്ല പാട്ടുകൾ വരുന്നുണ്ട്. അശോകേട്ടൻ സംവിധായകനാകാനായിട്ട് എത്തിച്ചേർന്നത് ജയരാജ് സാറിൻ്റെ സ്കൂളിലാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ സാറിൻ്റെ കൂടെ എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? അല്ല, ജയരാജ് സാറിൻ്റെ കൂടെ ഞാൻ എത്തുന്നത് സാറിൻ്റെ ആദ്യകാലങ്ങളിലുള്ള പടങ്ങൾ കണ്ട് തന്നെയാണ്. അങ്ങനെ നിരന്തരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് സാറിലേക്ക് എത്തുന്നതും. അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ മാത്രമേ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പുള്ളിയുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം എൻ്റെ സിനിമ മേക്കിങ്ങിൽ അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് ഓഫ് സിനിമകളും ആണ് പുള്ളി എടുത്തത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ആഗ്രഹമായ പുള്ളിയായിട്ട് വളരെ കാലം, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു അസിസ്റ്റന്റ് കാലഘട്ടം തന്നെ ഒരു ലോങ് പീരീഡാണ്. ആ ഒരു ഏകദേശം ഒരു 10 വർഷത്തോളം തന്നെ പുള്ളിയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 2003 സബലം എന്ന് പറയുന്ന പടം ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് എനിക്ക് സബലം പോലെ ഈ പറഞ്ഞതുപോലെ ഒരു നാഷണൽ അവാർഡ് സിനിമയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് പുള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ്. ജയരാജ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറേ നാളുകൾക്ക് ശേഷം പടം ചെയ്യാനായിട്ട് അദ്ദേഹം തന്നെ ഒരു വഴി തുറന്നു കൊടുക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ സബലം ചെയ്യുമ്പോഴും സബലത്തിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തതും ജയരാജ് സാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സബ്ജക്റ്റ് മുതലുള്ള ഡിസ്കഷൻ മുതൽ അതെങ്ങനെ വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം മാർഗ്ഗനിർദ്ദേശം തരാൻ ആദ്യം മുതൽ അവസാനം വരെ പുള്ളി ഉണ്ടായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു
അനുഗ്രഹമാണ്. കാരണം എല്ലാ ഡയറക്ടേഴ്സും ഞാനും കൂടാതെ തന്നെ പുള്ളിയുടെ കൂടെ വന്നിട്ട് എത്രയോ പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 7-8 പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവരുടെ പടങ്ങളെല്ലാം ഇത് ഇപ്പം മധു കൈതപ്പുറമായാലും കെ വി മധു ആയാലും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പടങ്ങൾ പുള്ളിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കതൊരു മുതൽക്കൂട്ടാണ്. ഇന്ത്യയിലെ തന്നെ മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് ജാസി ഗിഫ്റ്റ്. അപ്പോൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ജയരാജ് സാറിൻ്റെ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ജാസി ഗിഫ്റ്റ് മലയാള സിനിമാ രംഗത്തേക്ക് വന്നത്. ജാസി എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്? ജാസി എൻ്റെ ആദ്യം ഞാൻ സബലത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ഡിസംബർ ആയിരുന്നു. അപ്പോൾ കാവ്യം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് ജാസി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പാട്ട് ചെയ്യാൻ വരുന്നത്. ജാസി വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ചന്ദ്രശേഖർ, സൂര്യ ടി വിയിലെ പ്രോഗ്രാം എഡിറ്ററായിരുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജാസി. അങ്ങനെ ചന്ദ്രൻ ആണ് എനിക്ക് ജാസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒന്ന് പരീക്ഷിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജാസിയുമായിട്ടുള്ള ചർച്ചയിലാണ് ഈ എന്താണ് ഈ ഡിസംബറിലെ പാട്ടുകളുടെ കമ്പോസിങ് തുടങ്ങുന്നത്. അതിനിടയിലാണ് ഈ പറഞ്ഞ സബലം സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ഡിസംബറിലെ ആ പാട്ടുകളുടെ ഒരു ജാസിയുടെ ഒരു എന്താണ് ഇത് പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് സബലം പോലുള്ള പടത്തിൽ അതിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പാട്ടുകളാണ് സബലത്തിലുള്ളത്. അങ്ങനെയാണ് സബലത്തിലേക്ക് ജാസി വരുന്നത്. ആദ്യ സിനിമയായ സബലം മുതൽ ഈ ഇപ്പോൾ അവസാനം ചെയ്ത ഭൂ മൗ എന്ന് പറയുന്ന ഈ സിനിമ വരെ കഥകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ, ഏതൊരു മാനദണ്ഡത്തിലാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കഥ വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല, അതുകൊണ്ട് അത് തിരസ്കരിക്കാറുണ്ടോ? അതോ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥകൾ തിരഞ്ഞെടുക്കുകയാണ് സ്ഥിരമായിട്ടുള്ളത്? നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കഥകളാണ് നമ്മളെപ്പോഴും. കാരണം വെച്ചാൽ ഞാൻ പല കഥകൾ കേൾക്കുമ്പോഴും ഈ നമുക്കത് വർക്കൗട്ട് ആകുന്ന രീതിയിലുള്ള കഥകളാണ്. കാരണം ഒരു കഥ നമ്മൾ കേൾക്കുമ്പം പക്ഷെ വേറൊരാൾക്ക് ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ലായിരിക്കും. പക്ഷെ ചില ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളായിരിക്കും സിനിമകൾ. ഇത് സബ്ജക്റ്റായിട്ട് ഇപ്പം സാക്ഷി ആയാലും ഈ പറഞ്ഞ കാന്തി ആയാലും ഇപ്പോൾ ഈ ഭൂമവ് ആയാലും ഒരു ചെറിയ ഒരു ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയുള്ള സിനിമകളായാലും അതിനൊരു വെറൈറ്റി വേണം എന്നുള്ള ഒരു രീതിയിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് മാത്രം. കാന്തി എന്ന് പറയുന്ന സിനിമ തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. നമ്മൾ കാണുമ്പോൾ ഇപ്പം മിഴികൾ സാക്ഷിയായിരുന്നാലും അല്ലെങ്കിൽ വെൺശംഖ് പോലെ ആയിരുന്നാലും സബലമായിരുന്നാലും ഈ കാന്തി ഒരു എന്താ പറയുക കാടിനകത്ത് ഉള്ള ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ ഒരു കഥ, അത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന്? ഈ കാന്തിയുടെ സബ്ജക്റ്റ് വരുന്നത് കാന്തി ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. യഥാർത്ഥത്തിൽ അത് ഒരു എന്താണ് തെലുങ്കാനയിൽ നടന്ന ഒരു സംഭവമാണത്. അപ്പം അത് ഒരു അജ്ഞത കൊണ്ട്, കാരണം കാഴ്ചയില്ലാത്ത ഒരു മകള്, അപ്പം ഈ മകളുടെ കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അമ്മ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ അത് അജ്ഞത കൊണ്ടാണ്. അപ്പോൾ ഈ അജ്ഞത കൊണ്ട് അവർ ആത്മഹത്യ ചെയ്ത ഒരു ന്യൂസ് പത്രത്തിൽ, ഈ പത്രത്തിൽ വന്ന ഈ ന്യൂസാണ് കാന്തി എന്ന് പറയുന്ന സിനിമയുടെ ഇൻസ്പിറേഷൻ. അത് അപ്പോൾ അജ്ഞത എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇത് നമുക്ക് ഏറ്റവും എളുപ്പം നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ആദിവാസി മേഖലകളും ഈ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ പറയും, ഒരുപാട് ആൾക്കാർ വാദോരാതെ പറയുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള സാധ്യതകളും എത്തിച്ചേരാത്ത ഒരു വിഭാഗമാണ്, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ആൾക്കാർ തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരിലേക്ക് ഈ സബ്ജക്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക ചെയ്തത്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു അമ്മയും മകളും, മകൾക്ക് കാഴ്ചയില്ല, അവരിലേക്ക് ഈ സബ്ജക്റ്റ് ഈ ഇൻസിഡൻറ്റ് എടുത്ത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കാന്തി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയും കൂടെ ആയിരുന്നു കാന്തി. എല്ലാവരും ഇപ്പോൾ ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാം, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ലോകം അറിയപ്പെടുന്ന ഒരു നടനെ മോഹൻലാലിനെ നായകനാക്കിയ ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമാക്കിയ ഒരു സിനിമ ചെയ്യണം. ഈ മിഴികൾ സാക്ഷി എങ്ങനെയാണ് സംഭവിച്ചത്? മിഴികൾ സാക്ഷിയും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഇതാണ്. നമ്മുടെ അമ്പലങ്ങളിൽ പോകുന്ന നമ്മളെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിലേക്ക് പ്രവേശക്കാരും നമ്മൾ പോകുന്ന അവർ ഇരിക്കുന്നതും, അപ്പോൾ അതിൻ്റെ അവിടെ മുകളിലൊരു ബോർഡ് വെച്ച് ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല.
അപ്പം അവിടുന്ന് കിട്ടുന്ന ഒരു തോട്ടാണ് ഈ ഇരിക്കുന്നതിൽ ഒരാൾ ഒരു അഹിന്ദു ആയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് മിഴികൾ സാക്ഷിയുടെ കഥ രൂപം കൊള്ളുന്നത്. അതിനകത്ത് നമ്മൾ ആ കഥ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സുകുമാരിയമ്മയുടെ കുനിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം ഞങ്ങൾ ആലോചിക്കും, അത് എഴുതി പൂർണ്ണമായി നമ്മൾ പ്രൊഡ്യൂസർ വി ആർ ദാസ് എന്ന് പറഞ്ഞ പുള്ളി മരിച്ചുപോയി, പുള്ളിക്കാരെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സുകുമാരി അമ്മയാണ് നമ്മൾ അല്ലാതെ വേറെ ഒരു കാസ്റ്റിങ്ങും അതിനകത്ത് നടത്തിയിട്ടില്ല. അപ്പോൾ സുകുമാരി അമ്മയെ മുൻനിർത്തി ഒരു പടം ചെയ്യുക എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ അത് ചർച്ച ചെയ്യുകയും പല ആൾക്കാരെ അതിനുവേണ്ടി മകനായിട്ട് അഭിനയിക്കാൻ പലരെയും നമ്മൾ സമീപിക്കുകയും അവസാനം സുകുമാരി അമ്മ തന്നെയാണ് ഒരു സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലാലുവിനെ ഒന്ന് സമീപിച്ച് നോക്കൂ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു ഇതിലാണ് ഞങ്ങൾ ലാലേട്ടനെ സമീപിക്കുകയും പുള്ളി സബ്ജക്റ്റ് കേൾക്കുകയും ഈ പടം ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ്. ഇപ്പോൾ സുകുമാരി അമ്മ അവൈലബിൾ അല്ലായിരുന്നെങ്കിൽ ഈ ആ ഒരു പകരം നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, അങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും. അത് ഒരിക്കലും അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല. കാരണം ആദ്യം തന്നെ പറഞ്ഞപ്പോൾ സുകുമാരിയമ്മ 2 കൈ നീട്ടി അത് സ്വീകരിക്കുകയും ചെയ്യും. അല്ലാതെ വേറെ ആരും നമ്മൾ സമീപിച്ചിട്ട് അങ്ങനെ ഒരു തോട്ട് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആര് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോയിട്ടില്ല ആ ഒരു ക്യാരക്ടറെ സംബന്ധിച്ച്. കാരണം ഈ സുകുമാരിയമ്മ മലയാള സിനിമ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രങ്ങൾ തുടങ്ങി ആ സമയത്ത് നിന്ന് ഇപ്പോൾ എത്രയോ ക്യാരക്ടറുകൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം. കാരണം ഒരു സ്ത്രീക്ക് എങ്ങനെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തന്നത് ഇപ്പം മദാമയായിട്ടും സാധാരണ തൊണ്ടു തല്ലുന്ന ഒരു സ്ത്രീയായിട്ടും ഒരു പോലീസുകാരായിട്ടും എന്തെല്ലാം വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇത്രയും സിനിമകൾ ചെയ്തെങ്കിലും അവസാനം വരെ നമ്മളെയൊക്കെ വിട്ടുപിരിയുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ പല ഇൻ്റർവ്യൂകളിലും ഈ കഥാപാത്രത്തെക്കുറിച്ച് സുകുമാരിയമ്മ ഇങ്ങനെ, കാരണം ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കഥാപാത്രം പോലെയാണ്. തീർച്ചയായിട്ടും അത് സുകുമാരിയമ്മ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ജീവിതത്തിൽ 12,000 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് ഇപ്പം അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഭാഗ്യമാണത്. അപ്പോൾ എപ്പോഴും കാണുമ്പോഴൊക്കെ നമ്മളത് പറയുന്ന ഒരു സാധനമാണ്. കാരണം ഇന്ന് വരെ പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അങ്ങനെ മനസ്സറിഞ്ഞ് ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടും ഇത് മുഴുവൻ സാക്ഷി പോലെ തന്നെ വളരെ മാത്രമേ നല്ല ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് സുകുമാരിയമ്മ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എവിടെയോ സുകുമാരിയമ്മയുടെ മനസ്സിൽ കൊണ്ട ഒരു കഥാപാത്രമായിരുന്നു അത്. ഈ പറയുന്ന അവസാന കാലം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മൾ കാണാൻ പോകുമ്പം തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചത്. എങ്ങനെയാണ് ഇതെന്ന് ഇപ്പോഴെങ്ങനെയാണ് അങ്ങനെ ആ ഉള്ളിൽ അപ്പോഴും ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന് പറയുന്ന സിനിമയിൽ സംഗീത സംവിധായകനും അതിൻ്റെ ലിറിക്സ് എഴുതിയ ONV സാറും സംഗീത സംവിധായകനായ ദക്ഷിണാമൂർത്തി സ്വാമിയും അന്ന് ആ സിനിമയിൽ സ്വാമി മലയാള സിനിമ സംഗീത സംവിധാനം ഏകദേശം കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചു. പിന്നെ ദീർഘമായ 20 വർഷങ്ങളെടുത്തു അദ്ദേഹം ഒരു സിനിമയിൽ സംഗീതം ചെയ്യാതെ. അതുപോലെ അവസാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇടനാഴിയൊരു കാലിച്ച ദക്ഷിണാമൂർത്തി ONV ആണ്. എന്തോ ഒരു നിയോഗം പോലെ 20 വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമ എന്ന് പറയുന്നത് മിഴികൾ സാക്ഷിയാണ്. അതിലോട്ട് ഈ ONV സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും അങ്ങനെ ഒരു കോമ്പിനേഷൻ വീണ്ടും വരാനായിട്ട് എന്തായിരുന്നു കാരണം? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാട്ടുകൾ നമ്മളെ പലപ്പോഴും സ്വാധീനിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതാണ് നമ്മുടെ കാരണം നമ്മൾ ഇതാണ് സ്വാമിയുടെ പാട്ടുകളും ONV സാറിൻ്റെ പാട്ടുകളും യേശുദാസിൻ്റെ ശബ്ദമൊക്കെ നമ്മൾ ഞാൻ ആസ്വദിച്ച് വളർന്നു വന്ന വഴികളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ മിഴികൾ സാക്ഷി ആലോചിക്കുന്ന സമയത്താണ് അതിനൊരു സംഗീതത്തിന് കുറച്ചൊരു സബ്ജക്റ്റും അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഒരു അമ്മയുടെ കഥ പറയുന്ന അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പഴയ രീതിയിലുള്ള ഒരു അതായത് നല്ല പാട്ടുകൾ ഉണ്ടാവണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ ONV ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ഈ ലെജൻഡുകളുടെ ഒരു ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു 20 വർഷം ഇടനാഴിയിൽ ഒരു കാലിച്ച സിനിമയ്ക്ക് ശേഷം ഇവർ യോജിച്ച് സ്വാമി പിന്നെ അതിന് ശേഷം പാട്ട് ചെയ്തിട്ടുമില്ല. ഇവർ പിന്നെ ഒരു പാട്ടുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്
ഇതിൻ്റെ ഒരു റീജോയിനിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ഒൻവി സാറിനൊക്കെ ആണ് ഒൻവി സാറിൻ്റെ അടുത്ത് പാട്ടായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് സാറ് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ അങ്ങനെ സംഭവിച്ചതാണ്. അതും ഈ പറഞ്ഞതുപോലെ അത് നമ്മുടെ സിനിമയ്ക്കും അത് വളരെയധികം ഗുണം ചെയ്തു. കാരണം ആ സിനിമയിലുള്ള എല്ലാ പാട്ടുകളും ഇപ്പൊ അമ്മയെ നീ വളരെ ദാസാറിന്റെ എനിക്ക് തോന്നുന്നു വളരെ ഹൃദയത്തിൽ നിന്ന് അമ്മയെ കുറിച്ച് പറയുന്നത് ലൈവായിട്ട് പാടിയ പാട്ടാണ്. അതെ, എത്രയോ വർഷത്തിന് ശേഷം അദ്ദേഹം പറയും തിരുവനന്തപുരത്തായിരുന്നു അതിന്റെ റെക്കോർഡ്. അപ്പൊ ഈ ഇത്തരത്തിൽ അമ്മയെ നീ ഒരു ദേവാലയം പോലെ അതിനകത്തുള്ള പാട്ടുകൾ എല്ലാരും ഇപ്പൊ ജാനകി അമ്മ പാടിയ ആ ഒരു താരാട്ട് പാട്ട് അതും വളരെ അതുപോലെ എടുത്തു പറയാന്നുള്ള ഒൻവി സാറിന്റെ കൊച്ചുമകൾ അപർണ രാജീവ് പാടിയ ആ പാട്ട്, ചിത്രചേച്ചി പാടി ഈ ഒന്നിനൊന്നിന് എല്ലാ പാട്ടുകളും നമുക്ക് എനിക്ക് തോന്നുന്നു അതില് ഈ സംഗീത സംവിധാനത്തിന്റെ ഒരു ഈ കറകളഞ്ഞ വെള്ളം ചേർക്കാത്ത പാലെന്നൊക്കെ പറഞ്ഞ പോലെ മനോഹരമായ വരികള്, അതിൽ ആ വരികൾ ആവശ്യപ്പെടുന്ന സംഗീതം. പക്ഷെ ഇത് രണ്ടും വരുമ്പോഴും സിനിമയുടെ ആ ഒരു സത്വ നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. സിനിമ നമുക്ക് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അതിലൊരു സ്ഥലത്തും പാട്ടുകൾ മുഴച്ചു നിൽക്കുന്നില്ല. ആ സീനുകളുടെ കഥയ്ക്ക് ആവശ്യമായ സന്ദർഭത്തിനനുസരിച്ച് തന്നെയാണ് പാട്ടുകൾ. ഈ ആ മകനെ തേടിയുള്ള യാത്രയില് ആ ചൂട് പിടിച്ചു കിടക്കുന്ന ടാറ്, അവിടെ കാല് വെച്ച് നടക്കുന്ന അമ്മയുടെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. അത്രയും ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അതിന്റെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ഈ മെഡിക്കൽ സാക്ഷി കൊല്ലം മുഖത്തല ഇതാണ്. മുഖത്തല മുരാരി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളുമായിരുന്നു അതിന്റെ ലൊക്കേഷൻ. പൂർണ്ണമായും ഫുൾ ഏരിയ മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ വളരെ ഒരു ഇടക്കാലത്ത് ചെയ്തൊരു സിനിമയുണ്ട്. അത് വളരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇത്തിരി ഒരു എന്താ പറയുക ഒരു പ്രശ്നത്തിലേക്ക് വഴുതി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ കന്യാസ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ഒരു പള്ളിയുടെ ഒരു അച്ഛൻ എന്ന് പറയുന്ന അപ്പുറത്ത് നമ്മൾ കാണുന്ന ഒരു കന്യാസ്ത്രീയാണ്. അതിൻ്റെ ഒരു പവിത്രമായ അവരുടെ ഒരു ജീവിതമുണ്ട്. അപ്പോൾ ഒരു കഥാപാത്രം ഇങ്ങനെ എന്താ പറയുക ഒരു സ്വർഗ സെക്സിലേക്ക് വരുന്ന ഒരു കഥാപാത്രം ആ സിനിമയെ കുറിച്ച് അല്ല, അത് ഈ പറഞ്ഞതുപോലെ അല്ല. കാരണം വെച്ചാൽ ഒരിക്കലും ഈ പറഞ്ഞത് ഒരു കന്യാസ്ത്രീയോ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയേ അല്ല അത്. അതെന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലം മുതൽ കളിച്ച് വളർന്ന രണ്ട് പെൺകുട്ടികൾ, അവർ ഈ ലെസ്ബിയൻ പ്രണയമാണ് ഇതിനകത്ത് പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ട് കോണുകളിൽ എത്തിപ്പെട്ടു. രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. പക്ഷേ ഇവരുടെ ഈ പ്രണയം അപ്പോഴും സാധാരണ നമ്മുടെ പ്രണയം ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു ഹരാസ്മെൻറ്റിൽ നിന്ന് എന്താണ് ഇവൾക്ക് രക്ഷപ്പെടാൻ ആകെ ഒരു ആശ്രയമെന്ന് പറയുന്നത് മറ്റവൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവളുടെ ഓർമ്മകൾ അവളെ തേടിയുള്ള ഒരു യാത്രയാണ്. മറ്റവൾ ഈ ചർച്ചിൽ പോയി ആ സമയത്ത് മറ്റവൾ കന്യാസ്ത്രീ ആയി കഴിഞ്ഞു. അവിടെ ചെല്ലുന്നു, ഇവള് കണ്ടുപിടിച്ച് അവിടെ ചെല്ലുമ്പോൾ അവളുടെ ഈ ലോൺനെസ്സും അവൾ അനുഭവിക്കുന്ന ഇതും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കാണുമ്പം ഈ പഴയ ഓർമ്മകളാണ്. ഈ ഒർമ്മകളിൽ അവസാനം അവർക്ക് അവരുടെ പ്രണയത്തെ അല്ലെങ്കിൽ ആ ഇഷ്ടത്തെ അവർക്കൊരു ചട്ടക്കൂടിനുള്ളിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറച്ചു നിർത്താൻ പറ്റുന്നതല്ല റിയൽ പ്രണയം എന്ന് പറയുന്ന ഒരു ആംഗിളിൽ മാത്രമാണ്. അതൊരു കന്യാസ്ത്രീ ആയിപ്പോയി, അതൊരു ക്യാരക്ടർ അങ്ങനെ വന്നു എന്നുള്ളത്, അല്ലാതെ മതപരമായിട്ട് യാതൊരു തരത്തിലുള്ള സംഭവങ്ങളും അപ്പെടത്തില്ല. കാരണം പലരും അങ്ങനെ ആക്ഷേപിച്ച് തുടക്കത്തിന് മുമ്പ് ഈ പോസ്റ്ററും ഇതൊക്കെ കണ്ട് പലരും പറഞ്ഞുവെങ്കിലും റിയലി ആ സിനിമ പുറത്തു വന്നതിന് ശേഷം ആ വിവാദങ്ങളെല്ലാം കെട്ടിറങ്ങി എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ടുള്ള സിനിമ എങ്ങനെയായിരുന്നു? വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമ അതും ഈ പറഞ്ഞ സാത്താൻ വർഷിപ്പിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. അപ്പം അത് ഒരു ആക്ച്വലി ഇപ്പം വിഷ്ണുവിനോട് ഇങ്ങനെ ഒരു കഥ ആയത് കാരണം ആ കഥ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഒരു സാത്താൻ ഇതിനെക്കുറിച്ച് നടന്ന ഒരു ഇൻസിഡൻറ്റ്, ഒരു മനോരമയിൽ വന്ന ഒരു വാർത്തയാണ്. അതിനെ നമ്മൾ വേറൊരു രീതിയിൽ ഒരു സിനിമാറ്റിക് ലൈനിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അത് വിഷ്ണുവിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ വിഷ്ണുവിന് ഇഷ്ടപ്പെടുക അത് ചെയ്തതാണ്. സാത്താൻ വർഷിപ്പിൻ്റെ രീതിയിലുള്ളൊരു
സിനിമയുടെ അത് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇതിനകത്ത് പെട്ടുപോകുന്ന ഒരു സാധനമാണ്. അത് വളരെ രസകരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് അത്. ഈ സബലം എന്ന് പറയുന്ന സിനിമയിൽ ബാലചന്ദ്ര മേനോനാണ് അതിൽ കേന്ദ്ര കഥാപാത്രത്തെ, സുമിത്രയും ബാലചന്ദ്ര മേനോൻ. ഇപ്പോഴത്തെ ഈ തലമുറയുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ഡിഫറൻറ്റ് എങ്ങനെ, അതായത് ആദ്യ സിനിമയിൽ തന്നെ ഒരു വലിയ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമൊക്കെ ആയ ശ്രീ ബാലചന്ദ്ര മേനോനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ തലമുറയിലെ ഒരു നായകനുമായിട്ട് ഒരു പടം ചെയ്തു. ഇതിൻ്റെ ഒരു അന്തരം എങ്ങനെ നോക്കിക്കാണും? ഇല്ല, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. ഇപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആയാലും ഒരു വർക്കിൻ്റെ കാര്യത്തിൽ പുള്ളി നമ്മളോടത്ത് വളരെയധികം കോപ്പറേറ്റീവാണ്. മേനോൻ സാറും ഇപ്പോൾ കാരണം ഞാൻ സബലം ചെയ്യുന്ന സമയത്തും മേനോൻ സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേടിയുള്ളൂ. കഥാതിരക്ക സംഭാഷണ സംവിധാനം ഇത്ര സിനിമകൾ ചെയ്ത് സൂപ്പർ ഹിറ്റ് ചെയ്ത ഒരാളെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഉൾഭയം നമ്മളതിൽ ഉണ്ടാകുമ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വിഷയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ അവർ അതിനെ അനലൈസ് ചെയ്യുമല്ലോ, ഇതങ്ങ് ഹൗ ടു മേക്ക് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ അത് നമ്മൾ തൃപ്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയും പിന്നെ അതിനകത്തൊരു വിഷയം വരുന്നില്ല. മേനോൻ സാറിൻ്റെ കേസിലും അത് തന്നെയാണ്, വിഷ്ണുവിൻ്റെ കേസിലും അത് തന്നെയാണ്. പക്ഷെ അവർ അങ്ങനെ ഒരു തരംതിരിവിൻ്റെ ഇപ്പോഴും ഉള്ള ആൾക്കാരും പഴയ ആൾക്കാരും തമ്മിലുള്ള അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരെ വെച്ച് ഞാൻ സിനിമ ചെയ്തിട്ടുള്ള വിഷ്ണുവിനെ പോലെയുള്ള ഈ വന്ന പിള്ളേർ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പിള്ളേരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ നമ്മൾ ഈ സിനിമകൾ തിയേറ്ററുകളിൽ ചില സിനിമകൾ പരാജയം സംഭവിക്കുന്നു. അതിപ്പം മലയാളത്തിലെ ലെജൻഡുകളായ ജോഷി സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ പോലും തിയേറ്ററുകളിൽ ചില സിനിമകൾ പരാജയം സംഭവിക്കുന്നുണ്ട്. ഈ പരാജയം സംഭവിക്കുന്ന ചില സിനിമകൾ നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ ഹിറ്റായിട്ട് മാറുന്നുണ്ട് ചില സിനിമകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വെൺശംഖ് പോലെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ഈ വെൺശംഖ് പോലെന്ന് പറയുന്ന സിനിമ ടി വിയിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ചർച്ചയാണ്. വളരെ ഹിറ്റ് പടം. കാരണം അത് ഈ ആകാശദൂതിന് ശേഷം മലയാളികൾ ഇങ്ങനെ കണ്ണുനീരോടുകൂടി ഇരുന്ന് കണ്ട ഒരു സിനിമ ഇല്ലെന്ന് പല പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ഒന്ന് എന്ന് പറയുന്നത് ഒരു പ്രൊമോഷൻ ലൈനിൽ ചില പാളിച്ചകൾ വന്നേക്കാം. പിന്നെ സിനിമ നമ്മളിപ്പോൾ വെൺശംഖ് പോലെന്ന് പറയുന്ന സിനിമ നമ്മൾ റിലീസ് ചെയ്യുന്ന ഒരു ഓണത്തിൻ്റെ പ്രീവിയസ് ആണ്. ഓണപ്പടത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ വെൺശംഖ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ ഓണത്തിൻ്റെ തിരക്കിലും ആളെത്തിയില്ല, ഓണപ്പടമായി അല്ല. അപ്പം ഇതിനകത്ത് വേറൊരു സംഭവം വന്നത്, ഈ ഓണത്തിന് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഓണത്തിന് കൊള്ളാത്തത് കൊണ്ട് ഇങ്ങോട്ട് മാറി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും. പക്ഷെ ആ പടം ഈ പറഞ്ഞ അന്നും തിയേറ്ററിൽ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ പടമാണ്. പക്ഷേ ഈ നമ്മൾക്കത് കുറച്ചുകൂടെ ഈ ഓണത്തിൻ്റെ ഗ്യാപ്പിൽ പടങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ തിയേറ്റർ പിടിച്ച് നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ അത് കവർ ചെയ്ത് പോകുന്നു. പക്ഷേ അന്ന് ഓണത്തിൻ്റെ ഈ പടത്തിൻ്റെ തള്ളലുകളിലിടയിൽ മാറിപ്പോയ ഒരു പടം അത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടി വിയിൽ വന്നപ്പോൾ അത് ഏറ്റവും നല്ല ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു പടം, നല്ല ഹൈ സെൻറ്റിമെൻറ്റ്സ് ഒരു പടമായിരുന്നു അത്. ആകാശദൂതി ഇപ്പം സൗ പറഞ്ഞതുപോലെ ആകാശദൂതിന് ശേഷം ഒരു ഹൈ ഡോസ് സെൻറ്റിമെൻറ്റ്സ് സിനിമയായിരുന്നു. വളരെ ഈ ഒരു ദേശീയ അവാർഡ് പോലും സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും സുരേഷ് വളരെ മനോഹരമായിട്ട് പുള്ളിയുടെ ഒരുപാട് സിനിമകളുണ്ടെങ്കിലും ഈ ഒരു വാർ ഫ്രണ്ട് ജേർണലിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ മരണത്തിന്റെ അവസാനം അതിന്റെ ക്ലൈമാക്സ് ഒക്കെ സാധാരണ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം. ഇപ്പോൾ സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ടാക്കുമ്പോൾ സിനിമയുടെ എൻഡിന് വേണ്ടി ക്ലൈമാക്സ് ഉണ്ടാക്കുന്ന ഒരുപാട് സിനിമ, പക്ഷെ യാദൃച്ഛികമായി ഇങ്ങനെ സംഭവിച്ച് മരണം സംഭവിക്കുന്നത് അത് വളരെ സംസാര വിഷയമായ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ വെൺശംഖ് പോലില് മനോഹരമായിട്ടുള്ള ഒരു കവിത നമ്മുടെ ഈ മുളങ്കൂട് തകർക്കരുത് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള അദ്ദേഹം പാടിയിട്ടുള്ള, അത് ഒ.എൻ.വി. സാറിന്റെ പാടിയിട്ടുള്ളതായിട്ട്. അപ്പൊ സുരേഷ് ഗോപി ആദ്യമായിട്ടാണല്ലോ സുരേഷ് ഗോപി പടത്തില് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സുരേഷ് ഏട്ടന് അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട്, കാരണം എല്ലാവരും ഇപ്പോൾ പറയാറ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടായിരുന്നു. ഈ പറഞ്ഞ ചെറിയ ചെറിയ നിർബന്ധങ്ങളും വാശികളും ഉണ്ടെന്നുള്ളതല്ലാതെ വളരെ സ്മൂത്തായിട്ട് പടം പോയി. ചില ഇത് വരുമ്പം ചില നിർബന്ധ ബുദ്ധികൾ അത് നമ്മളത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന. ആ സിനിമയിൽ ഈ വെൺശംഖ് പോലെന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു മലയാളത്തില്
അവസാനത്തെ മുരളി സാറിന്റെ മുരളിച്ചേട്ടൻ്റെ അവസാന സിനിമ എന്ന് വളരെ മനോഹരമായി ആ ഒരു കഥാപാത്രം സുരേഷ് ഗോപി ചെയ്ത ആ ഒരു കഥാപാത്രത്തിന്റെ ചിറ്റപ്പനായിട്ട് അഭിനയിച്ച വലിയച്ഛനാണ് മനോഹരമായ പെർഫോമൻസും ആയിരുന്നു അല്ലേ അവസാനം. നമുക്ക് അത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ഇദ്ദേഹം ICUവിൽ കിടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കുറച്ചു ദിവസം കാണാനില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ICUവിൽ കിടക്കുന്നതാണ് ഇവരറിയുന്നത്, ബോധമില്ലാതെ ട്രെയിനിൽ നിന്ന്. അപ്പൊ ഈ ICUവിൽ കാണാൻ വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അദ്ദേഹം വന്ന് ഈ എപ്പോഴും തോളില് ഒരു തോർത്തിട്ടേ ആ തോർത്തെടുത്ത് കരച്ചിൽ അടക്കി പിടിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ഈ ഇത് കാണുന്ന ആർക്കും നമ്മളെ നെഞ്ചൊരു സമയം പിടഞ്ഞു പോകും. കാരണം ആ സുരേഷ് ഗോപി കിടക്കുന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ICUവിൽ നമ്മൾ പോയി കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതിലെത്രയോ മനോഹരമായി അദ്ദേഹം ആ ഒരു മൂവ്മെന്റ്സ്, അത് ഒരു വലിയൊരു കാര്യമാണ്. ആ ഒരു കഥാപാത്രം ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള ചേട്ടൻ്റെയൊക്കെ ഗുണം അതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ 10 മടങ്ങ് റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ അതിന്റെ അവസാനം വന്ന് ഒരു പൊട്ടിയ ശംഖ് പുള്ളി തിരിച്ചു വാങ്ങിച്ചത്, ഇത് പൊട്ടൽ വീഴുന്നോണ്ട് നീ ഇനി ഇത് കയ്യിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചു വാങ്ങിച്ച് അവസാനം അത് കടലിൽ വീഴ്ച. അദ്ദേഹത്തിന്റെ ഈ മരണശേഷം അല്ലേ ഇത് സിനിമ ഡബ് ചെയ്ത്? അതെ അതെ. അപ്പൊ അത് ശിവജി ഗുരുവായൂരാണ്. പക്ഷെ ഒരിക്കലും നമുക്കത് അറിയാറില്ല. വളരെ സൗണ്ട് കൊടുത്ത ശിവജി ഗുരുവായൂരാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ്. അതെ അതെ, അത് നന്നായിട്ട്. കാരണം ആരും നമുക്ക് തന്നെ ചിലപ്പോൾ കേട്ടാലും പുള്ളിച്ചേട്ടൻ ഡബ് ചെയ്തെന്നേ തോന്നുള്ളൂ. അത്ര മനോഹരമായിട്ട് പുള്ളി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമൗ എന്ന് പറയുന്ന സിനിമയിൽ അതിന്റെ ആ കഥ, ഒരു വഴികൾ കടന്നു പോകുന്നത് സംഗീതത്തിന്റെ ഒരു നാടൻ, ഈ പഴയ രീതിയിലുള്ള നാടൻ ശൈലിയുള്ള ഒരു പാട്ടാണ്. അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതി റോണി റാഫേൽ സംഗീതം നൽകിയ ഒരു പാട്ടാണ്. ചന്ദ്രശേഖരൻ നാടൻ പാട്ടിന്റെ അത് നാടൻ പഴയ ലൈൻ വെച്ചിട്ട് റോണി റാഫേൽ വളരെ മനോഹരം. കാരണം ചില പടത്തിന് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഈ പാട്ടുകൾ ഇങ്ങനെ ഉപയോഗിച്ച് അത് ഈ പറയില്ല, ഒരു കഥ ഈസി ആയിട്ട് പറയാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സംഗീതത്തിന്റെ ഒരു സംഭവം. അതൊരു ദളിത് ഇഷ്യൂ ആണ്. ദളിതർ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് അതിനകത്ത് ഭൂമവിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് തുറന്നു പറച്ചിലുകൾ, നടികൾ എന്ന അവര് തന്നെ സ്വയം ഞാൻ നടിയാണ് എന്ന് പറയും. നമ്മളാരും കണ്ടിട്ടില്ല, പലരെയും ചിലപ്പോൾ അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവാം. എന്താണ് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം? നമ്മൾ ഈ ഒരു പ്രവണതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനെ കുറച്ച് പണ്ട് നടന്ന സംഭവങ്ങളെ ആദ്യം ഒരാളുടെ പേര് പറയും, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ പണ്ട് നടന്നോ പുതിയ നടന്നോ എന്നുള്ളതല്ല, ആ ഒരു സംഭവം മറ്റവർക്ക് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ പലപ്പോഴും ഇപ്പോൾ പുതിയ പുതിയ ന്യൂസുകൾ വരുമ്പോൾ അങ്ങനെയല്ല. ചില ആവശ്യമില്ലാത്ത പ്രവണതകൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. ഇപ്പം ചില നിസാര കാര്യങ്ങൾക്ക് വേണ്ടി, നിസാര മീൻസ് എന്ന് പറയുന്ന ചില അലിഗേഷൻസ് വരുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നതും എന്നാൽ അതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാതെ പോയതുമായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് സിനിമ ഇപ്പോൾ മയക്കുമരുന്നിന്റെ 2 ദിവസം മുമ്പ് തന്നെ ഒരു കുപ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ റൂമിൽ ഒരു നടിയും നടനും കടന്നു ചെന്നു. അതൊരു മയക്കുമരുന്ന് പാർട്ടിയായിരുന്നു, ഒരു പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും കറി പൗഡറോ. യഥാർത്ഥത്തില് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു പുതിയ മയക്കുമരുന്നിന്റെ ലോഞ്ചിങ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പൊ ആദ്യം അതിന് വലിയ വിഷയങ്ങളില്ലാതെ പോയെങ്കിലും പോലീസിന്റെ രാസപരിശോധനയിൽ ആ മുറിയിൽ വ്യക്തമായി മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് ഇപ്പം ഇത്രയും സിനിമകൾ ഈ സബല മുതൽ ഇങ്ങോട്ട് ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ നിൽക്കുക. പല തരത്തിലുള്ള സിനിമകളും പല നടീനടന്മാരെ, സുരേഷ് ഗോപി, മോഹൻലാൽ, ബാലേന്ദ്രമേനോൻ സാറൊക്കെ, വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ തലമുറയുടെ അല്ലെങ്കിൽ ഈ മേഖലയിൽ സിനിമാ വ്യവസായത്തെ ഇതൊരു എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ആകുലത ഉണ്ടോ? ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രവണത ഒരിക്കലും നമുക്ക് അംഗീകരിക്കാം. കാരണം അത് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഫെഫ്കയും ഒക്കെ അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുന്നുണ്ട്.
പക്ഷേ ഇതെന്നാലും പാത്തും പതുങ്ങിയും പലരും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ശക്തമായ നിലപാട്, അല്ലെങ്കിൽ അത് സിനിമയ്ക്ക് തന്നെ ദോഷമാണ് എന്നുള്ളത് വാസ്തവമാണ്. അത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ അസോസിയേഷനും ഒക്കെ നല്ല തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ പറഞ്ഞത് കേരള പോലീസോട്, കാരണം എന്താണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ സെറ്റിൽ വന്ന് തന്നെ പരിശോധിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ലേസി ഇതാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഈ തുടർന്ന് ഇത് വരുന്നത്. ശക്തമായ നടപടി എടുത്താൽ ഇത് നിർത്താവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഈ മലയാള സിനിമയുടെ താരങ്ങളുടെ സംഘടനയായിരുന്നല്ലോ അമ്മ. അതെ. അപ്പം ആദ്യം 1-2 പേരുടെ പേരിൽ ഇങ്ങനെയുള്ള ലൈംഗിക ആരോപണങ്ങൾ വരികയും അതിനുശേഷം വളരെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇര രംഗത്ത് വരികയും അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെ വരെ ഈ ആരോപണത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കാണുന്ന ഈ തരത്തിൽ വരുന്നു. അപ്പോൾ ഈ ടെക്നിക്കൽ മേഖല എന്ന് പറയുന്ന ഫെഫ്ക ആണല്ലോ. അപ്പോൾ ഫെഫ്കയുടെ തലപ്പത്തിരിക്കുന്നവർ കറക്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ടെക്നിക്കൽ സംവിധായകരടക്കമുള്ള അവരുടെ ആ സംഘടനയുടെ അഭിപ്രായം കൃത്യമായിരുന്നോ അല്ലെങ്കിൽ കൃത്യമല്ലായിരുന്നോ എന്ന് എങ്ങനെ വിലയിരുത്തുന്നു അതിനെ? അല്ല, ഇപ്പം വളരെ ശക്തമായ അഭിപ്രായം തന്നെയാണ് ഫെഫ്ക ഇപ്പം നിലപാട് പറഞ്ഞിട്ടുള്ളത്. അന്ന് കുറച്ച് ഡിലേ വന്നു എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അതിനകത്ത് ഉണ്ണികൃഷ്ണൻ തന്നെ അത് വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സംഘടനയാകുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ച് മാത്രമേ ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ആ അഭിപ്രായം ക്രോഡീകരിച്ച് തീർച്ചയായിട്ടും ഇതിന് ശക്തമായ നിലപാട് തന്നെയാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനും, ഫെഫ്കയുടെ എല്ലാ യൂണിയനും, ഡയറക്ടേഴ്സ് യൂണിയൻ മാത്രമല്ല എല്ലാ യൂണിയനും ശക്തമായ നിലപാട് തന്നെയാണ് അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്തരത്തിൽ ഇനി ആര് തന്നെ ആവട്ടെ, ഇപ്പം മമ്മൂട്ടി ആവട്ടെ, മോഹൻലാൽ ആവട്ടെ, അല്ലെങ്കിൽ താഴെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പോലുള്ള ഷൈൻ ടോൺ ചാക്കോ അല്ലെങ്കിൽ ഷൈൻ നിഗം വരെയുള്ള ഇങ്ങനെ താഴെയുള്ള നടന്മാർ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇവരെ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അതിനോടുള്ള നിലപാട്? ഒരു വിഷയത്തിന്റെ പേരിൽ ഒരാളെ ഒന്നിനും മാറ്റി നിർത്തി ഒരു പരിഹാരം കാണുന്നതല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പം അവരെ നമ്മൾ കൂടെ അടുപ്പിച്ചുകൊണ്ട് ആ ചെയ്തികളെ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കാൻ എളുപ്പമാണ്, ചേർത്ത് പിടിക്കാനാണ് പാട്. അപ്പോൾ ഒരു വിഷയമുണ്ടായി എന്ന് പറഞ്ഞാൽ ശരി, ഒരാൾ പ്രശ്നം ഉണ്ടാക്കി, നീ അഭിനയിക്കേണ്ട, ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല, പറയാൻ പാടുമില്ല. കാരണം അത് അയാളുടെ വ്യക്തിപരമായ ഇതാണ്. അയാൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അയാൾക്ക് ഇഷ്ടമുള്ള സിനിമയിൽ അഭിനയിക്കും. നമ്മൾ അത് ചൂസ് ചെയ്യണോ വേണ്ട എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ അവരെ നമ്മളിലേക്ക് അടുപ്പിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോൾ ഇതിനിടയിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആയിരുന്നു പേർഷ്യക്കാരൻ എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു 99% ദുബായിലും UAE പല ഭാഗങ്ങളിലും വെച്ച്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പം പല സിനിമകളിലും ദുബായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം UAE മുഴുവൻ ഷൂട്ട് ചെയ്ത സിനിമ പേർഷ്യക്കാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? പേർഷ്യക്കാരൻ പൂർണ്ണമായിട്ടും ഏകദേശം 98% പോർഷൻസ് ദുബായിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതും ഈ പ്രവാസി, അതിനകത്ത് ഈ പറഞ്ഞതുപോലെ പ്രവാസിയുടെ കഥയ്ക്കപ്പുറം പ്രവാസികളിൽ ഒറ്റപ്പെട്ടു പോയ കുറേ മനുഷ്യരുടെ കഥയാണ് പേർഷ്യക്കാരൻ പറഞ്ഞത്. അതിനകത്ത് കുറേ പുതുമുഖങ്ങൾ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു. ആ രീതിയിലൊക്കെ വളരെ ശക്തമായി നമ്മുടെ ഇന്നത്തെ വിഷയങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. കാരണം അത് പുതിയ ആൾക്കാരായതുകൊണ്ട് ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഈ പറഞ്ഞതുപോലെ. ഈ പേർഷ്യക്കാരനിലൂടെ രഞ്ജിത്ത് മ്യൂസിക് ഡയറക്ടർ രഞ്ജിത്ത്. പക്ഷേ പേർഷ്യക്കാരനിലെ ഗാനങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ പാട്ടുകളും വളരെ. എനിക്ക് തോന്നുന്നു കാർത്തിക്, ജോത്സ്ന, ശ്രീറാം പാർത്ഥസാരഥി, നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പം ആദിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നു. അതെ. അങ്ങനെ കുറെ ടെക്നീഷ്യന്റെ നല്ല രീതിയിൽ നല്ല യഥാർത്ഥത്തില് ഈ ആർട്ടിസ്റ്റുകളുടെ, അതായത് പുതുമുഖങ്ങളായിരുന്നത് കൊണ്ട് അന്നത്തെ ആ ഒരു ട്രെൻഡിൽ കയറി വന്നില്ല. പക്ഷെ അത് നല്ല ഒരു മ്യൂസിക്കൽ ഈ പറയുന്ന കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്ത ഒരു സിനിമ കൂടെയാണ് ദുബായ് സ്ഥലത്ത്. കാരണം പല പ്രശ്നങ്ങൾ. പ്രവാസികളുടെ ഒരു സഹകരണം എങ്ങനെയായിരുന്നു?
നല്ല ഇതായിരുന്നു. കാരണം വെച്ചാൽ അവരായിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ടാണ് ആ പടം അവിടെ തീർക്കാൻ പറ്റിയെന്ന് പറയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫുൾ ഒരു പടം അവിടെ ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് ഈസിയസ് ജോബ്. അതുപോലെ അത് അവരുടെ ഒരു സപ്പോർട്ട് പല മേഖലയിൽ നിന്ന് നമ്മൾ സമീപിച്ചവരാണ്. ഇപ്പം ലൊക്കേഷൻ്റെ കാര്യങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും അവരുടെ ഒരു പല ഫ്ലാറ്റുകൾ, ഈ ചില ഷോപ്പുകൾ, മറ്റേ എന്താണ് ട്രൈബിംഗ് സ്കൂൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വളരെ അവർ ഫ്രണ്ട്ലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ തന്ന കുറേ അതൊക്കെ നമ്മൾ ആ പടത്തിന് വളരെ ഷൂട്ടിങ്ങിന് വളരെയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. ഈ കൊച്ചുപ്രേമൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വളരെ മലയാളികളെ കുടുകൂടെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ശബ്ദവും അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ കൊണ്ടും ചില നല്ലൊരു ഹ്യൂമർ കഥാപാത്രങ്ങളെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യമായിട്ട് സീരിയസ് വേഷം ചെയ്യിപ്പിച്ച സിനിമയും കൂടെ ആണെന്ന് തോന്നുന്നു പെർഷ്യക്കാരൻ. വളരെ സീരിയസ്. കാരണം വെച്ചാൽ അത് മിഴിയൻ സാക്ഷിയും ഈ പറഞ്ഞതുപോലെ ഞാനും പ്രേമേട്ടൻ, കാരണം വെച്ചാൽ ഞാനും പ്രേമേട്ടനുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഈ ഡ്രീം സിറ്റി എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുന്നു. അതും ഈ ഫുൾ ദുബായ് വെച്ചിട്ടുള്ളൊരു സംഭവം. അവിടുന്ന് അവിടെ ഒരു കൊമേഡിയൻ എന്നുള്ള രീതിയിൽ പ്രേമേട്ടൻ വരെ അതിനകത്ത് ആ ക്യാരക്ടർ കോമഡിയാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ഡ്രീം സിറ്റിയിൽ പ്രേമേട്ടൻ ചെയ്തത്. അപ്പം ആ ഒരു ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ ഈ നമ്മുടെ ചൊല്ലിസ്വാമി എന്ന് പറയുന്ന മിഴിയൻ സാക്ഷിയിലെ ഇതിനകത്ത് പോകുന്നത്. അത് ഇപ്പോൾ മിഴിയൻ സാക്ഷി കണ്ടാൽ എല്ലാവർക്കും അറിയാം, അത് വളരെ മനോഹരമായിട്ട് ഒരു എന്താണ് വളരെ കാൽക്കുലേറ്റ് ആയിട്ട് പ്രേമേട്ടൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചൊല്ലിസ്വാമി. അതിൻ്റെ വേറൊരു റിഫ്ലക്ഷനാണ് പെർഷ്യക്കാരൻ. ഞാൻ പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായി. കാരണം നമുക്ക് അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് പേർഷ്യക്കാരന് അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പേർഷ്യക്കാരനിൽ പ്രേമേട്ടന് ചെയ്യാൻ പറ്റിയത്. അശോകന്റെ പടത്തിൽ ഏത് പടം നോക്കിയിരുന്നാലും ഇപ്പം സബലം മുതൽ നോക്കുകയാണെങ്കിൽ സബലത്തിൽ നമ്മൾ ഒരിക്കലും ബാലേന്ദ്ര മേനോനെ കണ്ടിട്ടില്ലാത്തൊരു രൂപത്തിലാണ്. വയസ്സായി ചെവി അല്പം കേൾവിക്കുറവുള്ള ഒരു കഥാപാത്രം നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ നരച്ച ഒരു കഥാപാത്രം അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഈ പ്രേമൻ ചേട്ടനെ ഹ്യൂമർ കണ്ടിട്ടുള്ള പുള്ളിയുടെ വേറൊരു രൂപമായിരുന്നു. എനിക്കൊന്ന് മുട്ടയൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു രൂപമായിരുന്നു പെർഷ്യക്കാരനില്. അപ്പം ഈ ഇങ്ങനെയുള്ള സുരേഷ് ചേട്ടൻ വളരെ ഇതായിട്ട് കമ്മീഷണറായിട്ട് നിൽക്കുന്ന രോഗിയായിട്ട് കിടക്കുന്നു, മരിക്കാതെ കിടക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു ഇവരുടെ ഒരു മേക്ക് ഓവർ പല സിനിമകളിലും ഇപ്പൊ ഈ ഭൂമവ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം വലിയൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല, പക്ഷെ ആ കഥാപാത്രത്തെ നമ്മൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു, അത് ധൈര്യമായിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ഇത് ഭയങ്കര ഒരു മേക്ക് ഓവറാണ്. എല്ലാ സിനിമകളിലും നടന്മാരെ നമ്മൾ കണ്ടിട്ടുള്ള രൂപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തീർച്ചയായിട്ടും അത് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. പക്ഷെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രേമേട്ടൻ്റെ കാര്യം പറയാം. ഇപ്പം പ്രേമേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെക്കാളും ഇൻവോൾവ്മെൻറ്റ് പ്രേമേട്ടനാണ്. അപ്പം കാരണം സാധാരണ ചെയ്യുന്ന ഒരു കഥാപാത്രം കൊടുത്താൽ പ്രേമേട്ടൻ സാധാരണ ചെയ്തു പോകും. പക്ഷേ നമ്മൾ ഇതിലെ ചൊല്ലിസ്വാമി എന്ന് പറയുന്ന മിഴിയൻ സാക്ഷിയിലെ ക്യാരക്ടറാണ്, അത് ഇത്ര ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ ആ ഒരു ബ്രീഫിംഗ് മാത്രം മതി, പുള്ളി അവിടെ എത്തിക്കോളും. പിന്നെ നമുക്ക് ഒന്ന് തട്ടിവിട്ടാൽ മതി, ബാക്കി പുള്ളി തന്നെ ചെയ്തോളൂ. അതാണ് അങ്ങനെ ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്തെടുക്കാൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എളുപ്പം നടക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരീക്ഷ ഇപ്പം ഈ പറഞ്ഞതുപോലെ പ്രേമേട്ടൻ്റെ കാര്യത്തിലും പല ക്യാരക്ടേഴ്സും നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഇനിയിപ്പോൾ ഭാവിയിൽ ഒരു മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിൽ നിന്നോ ആരെങ്കിലും വെച്ചിട്ടൊരു സിനിമ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഒരു സ്റ്റാർ നടൻ ആരെങ്കിലും, നടനോ നടിയോ? ഇപ്പൊ സിനിമയിൽ സിനിമ വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ ഈ ജയരാജ് സാറിന്റെ സിനിമകൾ നമ്മൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ പാകമാകുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് കണ്ടിട്ട് അതിലേക്ക് ആകർഷ്ടനായി വന്നതാണ്. ആഗ്രഹങ്ങൾ ഒരു ഉണ്ട് എന്ന് നടക്കുമെന്നൊന്നും നടന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ എനിക്ക് സത്യത്തിൽ മോഹൻലാലിനെ വെച്ചൊരു സിനിമ കൂടെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം. കാരണം അന്ന് ആ ഒരു പുള്ളിയുടെ ഒരു പെർഫോമൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് വേറെ ഒരു രീതിയിലൊന്ന് ഉപയോഗിക്കണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലാവും. അതിനുള്ള കഥയും അത് കഥയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ
അവിടേക്ക് എത്തണം. അതിനുള്ള എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ കുറച്ച് അതിൻ്റെ സബ്ജക്റ്റും ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇരുന്നിട്ടൊന്ന് പുള്ളി അപ്രോച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യ സിനിമ സഫലം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ മനോഹരമായ ഒരു പാട്ട് തൂവെള്ളത്തൂന്നുഷസ്സിൽ. ആ ഒരു പാട്ട് മലയാളികൾ യേശുദാസിൻ എന്ന് പറയുന്ന ഒരു ഗായകൻ പാടിയതാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായി രാജേഷ് വിജയ് എന്ന് പറയുന്നത് അദ്ദേഹം പാടിയതാണ്. അത് ജാസി ഗിഫ്റ്റ് സംഗീത സംവിധാനം നിർവഹിച്ചതുമാണ്. അശോകൻ്റെ മിക്ക സിനിമകളിലും എനിക്ക് തോന്നുന്നു ഒരു സൗഹൃദ വലയം. ഇപ്പം ഭൂമൗ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ സന്ദീപ് ആയിരുന്നാലും സന്ദീപ് ഒരു സിനിമയല്ല, അതുപോലെ വെൻഷങ്ക് പോൽ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് സനൽത്തോട്ടം, അത് അദ്ദേഹം പേർഷ്യക്കാരൻ. പിന്നെ അതുപോലെ ഈ അനിൽ മുഖത്തല മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായ സീരിയലുകൾ അദ്ദേഹത്തെ സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് ചെയ്യുന്ന മിഴിയൻ സാക്ഷിയിലാണ് അനിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. കാരണം അത് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രീം സിറ്റി എന്ന് പറയുന്ന ദുബായിൽ ചെയ്ത സീരിയൽ, അന്ന് സീരിയലിൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ആളായിരുന്നു അനിൽ. പക്ഷെ അന്ന് സിനിമ എഴുതിയിട്ടില്ല. അങ്ങനെ ഡ്രീം സിറ്റിയിൽ വരികയും അങ്ങനെയുള്ള പരിചയത്തിൽ നിന്നാണ് പുള്ളിയുടെ ഒരു ഇത് മനസ്സിലാക്കുകയും നമ്മൾ എന്താണ് ഇതിലേക്ക് വരുന്നത്, മിഴിയൻ സാക്ഷിയിലേക്ക് വരുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് വെൻശങ്ക് പോലെ 3-4 കാന്തി പുള്ളിയാണ് എഴുതിയത്. 4-5 പടം അല്ല തന്നെ അല്ലേട്ടൻ സംവിധാനം ചെയ്ത ഒരു സിനിമ അശോക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയത് അത് ഉടുപ്പ് അതിന് പുറത്തിറങ്ങാനുള്ള സിനിമ. അതെ, തീർന്നിരിക്കുന്നു. അപ്പൊ അതുപോലെ ഈ ഡ്രീം സിറ്റി എന്ന് പറയുന്ന സീരിയലില് എനിക്ക് തോന്നുന്നു സൂര്യ ടി വിയിൽ ആശാ ശരത്ത് എന്ന് പറയുന്ന ഒരു നടിയുടെ ഉദയം എനിക്ക് തോന്നുന്നു ഡ്രീം സിറ്റി അതെ അത് വളരെ യാദൃച്ഛികമായിട്ട് ആശാ ശരത്ത് ആ സീരിയലിലേക്ക് വന്നതാണോ? അല്ല, ദുബായിൽ നമ്മൾ കാരണം അത് അവിടെയുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർക്കും ആശയം അറിയാം. അവിടുത്തെ കൾച്ചറൽ ഓർഗനൈസേഷൻ ഡാൻസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആശ പോപ്പുലറാണ്. അങ്ങനെ ആശ നമ്മളെ ഇതിനകത്ത് അഭിനയിക്കാൻ വരികയും അത് വളരെ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഡ്രീം സിറ്റി കഴിഞ്ഞിട്ടാണ് ആശ കുങ്കുമപ്പൂവിലേക്ക് വരുന്നത്. മറ്റേ നമ്മുടെ ഈ ഡ്രീം സിറ്റി എന്ന് പറയുന്ന സീരിയല് രാത്രി 11 മണിക്ക് ഇഷ്ടമില്ല. കാരണം ദുബായിയുടെ പ്രൈം ടൈം അനുസരിച്ച് ഇവിടെ അപ്പം അതിന് ഇവിടെ ഒരു വ്യൂവേഴ്സ്, അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷെ ആ സീരിയലിലൂടെ കൂടുതൽ ആശ ശ്രദ്ധിക്കാതെ പോയത്. പക്ഷേ കുങ്കുമപ്പൂ പ്രൈം ടൈമിൽ വന്നു എന്ന് പറയുന്ന സാധനം. പക്ഷേ വളരെ കാലത്തിന് ശേഷം ഒരു ആശയുടെ എൻട്രി എന്ന് പറയുന്ന ഡ്രീം സിറ്റി എന്ന് പറയുന്ന സീരിയൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടായി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അത് ഞാൻ ഈ വെൻശങ്ക് പോൽ എന്ന് പറയുന്ന സുരേഷ് ഗോപി ചിത്രത്തിനെ പോലെ തിയേറ്ററുകളിൽ അന്ന് റിലീസ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പടമാണ്. നല്ല പടമായിരുന്നു എങ്കിലും അത് അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടത്ര അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല, നഷ്ടമായിരുന്നു ദേവദൂതൻ. പക്ഷേ സൂപ്പർ ഹിറ്റ് 50 ദിവസം ഓടി. ഒരു സിനിമ ആദ്യമായിട്ട് അതിന്റെ പ്രീമിയർ റിലീസ് കഴിയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വിജയാഘോഷം നടത്തുന്നത് അതിനേക്കാൾ ഗംഭീരമായിട്ട്. അതിനുശേഷം ഇപ്പൊ പാലേരി മാണിക്യം, പിന്നെ മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളൊക്കെ വരുന്നു, അമരം വരുന്നു. അപ്പൊ ഇതെല്ലാം ടെക്നിക്കലി ഒരു പെർഫെക്ഷനോടുകൂടി വീണ്ടും ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് അത് റിലീസ്. തീർച്ചയായിട്ടും ഈ വെൻശങ്ക് പോൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ പല സാഹചര്യങ്ങൾ കൊണ്ട് ആ പടം നമുക്ക് പ്രതീക്ഷിച്ച് നമുക്കൊരു, കാരണം വെച്ചാൽ ഞാൻ ചെയ്ത സിനിമകളിൽ എത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരു സിനിമ, അത്രയും ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയും ഒരുപാട് താരങ്ങളുണ്ട്. അത് പനു മേനോൻ, മീരാനന്ദൻ, ജ്യോതിർമയി, ലാലു അലക്സ്, മനോജ് കെ ജയൻ എന്ന് പറയുന്ന വൻപൻ ഒരു താരനിര തന്നെയുണ്ട്. ആ സിനിമ യഥാർത്ഥത്തിൽ എനിക്കിപ്പോഴും കോൺഫിഡൻസ് ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ജനത്തിന്റെ മുമ്പിൽ എത്തിയാൽ തീർച്ചയായിട്ടും അത് കാണും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം അന്ന് ഈ പ്രിന്റ് ഇതാണ്, ഫിലിമിലായിരുന്നു പടം. ഒരു പ്രിന്റില്ല, ലിമിറ്റഡ് പ്രിന്റും ഒക്കെയാണ് ആദ്യമേ റിലീസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഒരു അറ്റ്മോസാക്കി ഒരു റിലീസിനെ കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കുന്നല്ല, നമ്മളെ ഒരു ഇമ്മീഡിയറ്റ് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസറുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് എന്തായിരുന്നാലും മലയാളികൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം അത് എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ
അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അദ്ദേഹം ഇങ്ങനെ ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഞാനിങ്ങനെ അത് ഈ വളരെ സിനിമയിൽ രാഷ്ട്രീയത്തിൽ സിംഹം പോലെ ഇരിക്കുന്ന അവരൊക്കെ ഈ ഇങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ ആ സിനിമ കണ്ട്, കാരണം സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ഒരാള് ഒരു 10 മിനിറ്റ് സംസാരിക്കില്ല. കാരണം അത് അത്രത്തോളം ആ സിനിമയോട് എന്ത് പറയണമെന്ന് ആ ഒരു വിങ്ങലായിരിക്കും. അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു റിയലൈസിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനം അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭൂമൗ അതിൻ്റെ എങ്ങനെയാണ് അതിലേക്ക് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, ആ ഒരു പ്രത്യേകതയുള്ള? ഭൂമൗ എന്ന് പറഞ്ഞാൽ ഒരു ദളിത് സബ്ജക്റ്റാണ്. അത് ഒരു സിംഗിൾ ക്യാരക്ടർ, 100 വർഷത്തെ ഒരു ദളിത് ചരിത്രം ഒരു ക്യാരക്ടറിലൂടെ, അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ ഒരു 3 അപ്പിയറൻസിലൂടെ ഒരു കഥ പറയുന്നതാണ്. കാരണം ദളിതിന് ഇന്ന് പഴയ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന ഒരാൾ പഴയ കാലങ്ങളെ ഓർച്ചെടുക്കുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ ഡയലോഗും അതിൽ അൽപ്പുറം ഈ വിഷയങ്ങൾ പറയാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്. ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? അത് ഒറ്റ സിംഗിൾ ക്യാരക്ടറേ ഉള്ളൂ. അത് അതിൻ്റെ പ്രൊഡ്യൂസർ സന്ദീപ് തന്നെയാണ് അതിൻ്റെ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യ പടത്തിന് തന്നെ ദേശീയ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമ പ്രവർത്തകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സംവിധായകനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം വരുന്ന സംവിധായകരുടെ മനസ്സിലൊരു സ്വപ്നം, ഒരു ദേശീയ അവാർഡ്, ഒരു ദേശീയ അംഗീകാരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ആദ്യ സിനിമയിൽ തന്നെ ആവുക എന്നത് സംഭവിക്കുന്നത് വളരെ ഭാഗ്യമാണ്. അത്തരത്തിൽ ആദ്യ സിനിമയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച സംവിധായകനാണ് ശ്രീ അശോക് അർനാഥ്. അതുപോലെ ജാസി ഗിഫ്റ്റിനെ പോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച സംവിധായകൻ സുരേഷ് ഗോപി, മോഹൻലാൽ, ഈ പറഞ്ഞ നെടുങ്ങാറ്റം, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കൊച്ചുപ്രായം തുടങ്ങിയ അവരെയെല്ലാം വേറൊരു മേക്ക് ഓവറിലേക്ക് എത്തിച്ച് നമുക്ക് മുന്നിൽ എത്തിച്ച സംവിധായകൻ. ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ ഉണ്ട് ഈ സംവിധായകന്. തുടർന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, മോഹൻലാലിനെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായി അവതരിപ്പിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ പോളിഷ് വർക്കിലാണ്. അപ്പോൾ ഉടനെ അത് സംഭവിക്കട്ടെ. എല്ലാ മലയാളികളുടെയും ഒരു സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ കൊണ്ട് പുതിയൊരു സിനിമ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയട്ടെ. ഇനിയും ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ. ഫ്രെയിം ടു ഫ്രെയിമിലെ പ്രേക്ഷകർക്കായി തൻ്റെ സിനിമാ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു പറഞ്ഞ ശ്രീ അശോക് അർനാഥിന് എല്ലാ ഭാവുകങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് വളരെ നന്ദി പറയുന്നു. താങ്ക് യു.